everyone. Are you ready to learn chemistry? Hope you are enjoying the chemistry classes very well. In the last episodes, we have studied some basic concepts related to atomic structure. Today, we will discuss some important points related to atomic spectra. You have already studied about electromagnetic spectrum. It consists of radiations of different wavelength or frequency. You are also aware about the visible spectrum. Actually, the visible spectrum is a set of colors in which these colors are arranged in the order of increasing wavelength or frequency. You can see this spectrum even in a single drop of rainwater, just as rainbow. Have you ever think about the magic behind this rainbow? It can be explained by considering a simple experiment that you have studied in your high school classes. നിങ്ങൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലേ? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ അതിൽ ഡിഫറെൻ്റ് ടൈപ്പ് റേഡിയേഷൻസ് ഉണ്ട്. അത് വേവ് ലെങ്തിൻ്റെയും ഫ്രീക്വൻസിൻ്റെയോ അടിസ്ഥാനത്തിൽ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന നിങ്ങൾക്കറിയാം. ഓരോന്നിൻ്റെയും വേവ് ലെങ്ത് അനുസരിച്ച് ഓരോ റേഡിയേഷനും നമ്മൾ ഓരോ പേരും കൊടുത്തിട്ടുണ്ട് അല്ലേ? IR rays, radio waves, microwave, just like that. ഇനി വൈറ്റ് ലൈറ്റിൻ്റെ സ്പെക്ട്രമാണ് നമ്മൾ വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഈ വിസിബിൾ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഒരു നാരോ ആയിട്ടുള്ള പോർഷനാണ്. അതിൻ്റെ വേവ് ലെങ്ത് 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയാണ് അതിൻ്റെ റേഞ്ച് ഉള്ളത്. ആ സ്മോൾ റീജിയനിലുള്ള സ്പെക്ട്രത്തെയാണ് നമ്മൾ വിസിബിൾ സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. അത് മാത്രമേ നമുക്ക് ഹ്യൂമൻ ഐയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ, വിസിബിൾ ആയിട്ടുള്ളൂ. ഈ സ്പെക്ട്രം തന്നെയാണ് നമ്മൾ റെയിനി സീസണിൽ ആകാശത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് റെയിൻബോയിലൂടെ കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഈ റെയിൻബോ ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, അതിനുവേണ്ടി നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഒരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ് നമുക്കൊന്ന് ഓർത്ത് നോക്കാം. വെൻ വിസിബിൾ ലൈറ്റ് ഈസ് അലൗഡ് ടു ഫാൾ ഓൺ എ പ്രിസം, വിസിബിൾ ലൈറ്റ് പ്രിസത്തിലേക്ക് ഫോൾ ചെയ്യുമ്പോൾ that is dispersed, that means that is separated into different colors based on the frequency. Again, these rays are refracted, that means they are deviated from their path. What is refraction? Simply it can be defined as just bending of different radiations based on their wavelength or frequency when they travels from one medium to another. അതായത് റേഡിയേഷൻ ഒരു മീഡിയത്തിൽ നിന്ന് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ പാത്തിൽ ഒരു വ്യതിയാനം സംഭവിക്കുന്നു, അതിൻ്റെ പാത്ത് ഡീവിയേറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ വൈറ്റ് ലൈറ്റ് പ്രിസത്തിലൂടെ കടന്നു പോകുമ്പം അത് ഡിസ്പേഴ്സ് ചെയ്യുന്നുണ്ട്, 7 കളേഴ്സായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു, അതോടൊപ്പം റിഫ്രാക്ഷനും സംഭവിക്കുന്നു. Then the emergent beam is allowed to fall on a photographic plate. We can see VIBGYOR. Otherwise, we can analyze this emergent beam by means of a spectroscope. What is spectroscope? It is an instrument that is used to analyze spectrum. സ്പെക്ട്രത്തെ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിനെയാണ് സ്പെക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഒന്നുകിൽ നമുക്ക് സ്പെക്ട്രോസ്കോപ്പിലൂടെ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ആ എമർജൻറ്റ് ബീമിനെ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ വന്ന് പതിപ്പിച്ചാൽ അവിടെ നിന്ന് നമുക്ക് ഈ സ്പെക്ട്രത്തെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. There is a branch of science which deals with the study of this spectra that is known as spectroscopy. സ്പെക്ട്രോസ്കോപ്പിയിലെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്നത്. അപ്പം വൈറ്റ് ലൈറ്റ് പ്രിസത്തിൽ വന്ന് പതിച്ചു, ഇതിൽ നിന്ന് എമർജ് ചെയ്യുന്ന ലൈറ്റിനെ നമ്മൾ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ വന്ന് പതിപ്പിച്ചു, അല്ലെങ്കിൽ സ്പെക്ട്രോസ്കോപ്പിലൂടെ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് വിബ്ജിയോർ കാണാനായിട്ട് സാധിച്ചു. അതിൽ നമുക്കറിയാം ഈ 7 കളേഴ്സിൽ ഏറ്റവും വേവ് ലെങ്ത് കൂടുതലുള്ള ആർക്കായിരുന്നു? റെഡിനായിരുന്നു അല്ലേ? റെഡ് വേവ് ലെങ്ത് കൂടുതലുള്ള റേഡിയേഷൻ്റെ പ്രത്യേകത നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അവർ വളരെ കുറച്ച് മാത്രമേ ഡീവിയേഷന് വിധേയമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിബ്ജിയോറിൽ റെഡ് എവിടെയായിരിക്കും ഉണ്ടാവുക? ഏറ്റവും മുകൾ ഭാഗത്തായിരിക്കും അല്ലേ? ദെൻ വയലറ്റ് കളറിനാണ് വേവ് ലെങ്ത് ഏറ്റവും കുറവുള്ളത്. സോ അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഡീവിയേറ്റ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? അത് നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വിബ്ജിയോർ കാണുമ്പോൾ നമുക്കറിയാം one color is merged to another one continuously, അല്ലേ? One color is merged to another continuously. It's a band of colors. It's a range of colors. They are arranged in the order of their
വേവ് ലെങ്ത് ഓർ ഫ്രീക്വൻസി. ഇതിനെ ഈ സ്പെക്ട്രത്തെയാണ് കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് കണ്ടിന്യൂസ് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? ഒരു കളറ് മറ്റൊരു കളറിനോട് ചേർന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബാൻഡായിട്ട് ഒരു റേഞ്ച് ആയിട്ടാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ വിസിബിൾ ലൈറ്റിൻ്റെ സ്പെക്ട്രം എപ്പോഴും എങ്ങനെയായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. One color is merged into another. When this light or electromagnetic radiation or energy from any source is allowed to fall on a sample of gaseous molecule, the electrons in these molecules get excited, and when they returns to lower energy level, it emits energy. അപ്പോൾ ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിന് എനർജിയെ കിട്ടിക്കഴിയുമ്പോൾ അതിലെ ഇലക്ട്രോൺ ഹയർ എനർജി ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യണമെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യണം. അവിടെ നിന്ന് ലോവർ എനർജി ലെവലിലോട്ട് വരണമെങ്കിൽ ആ അബ്സോർബ് ചെയ്ത എനർജീനെ എമിറ്റ് ചെയ്യണം. ഇതൊക്കെയുമായി ബന്ധപ്പെട്ട സ്പെക്ട്ര ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അറ്റോമിക് സ്പെക്ട്ര എന്ന് മെയിനായിട്ട് അതിനെയൊക്കെ പറയും. കാരണം ആറ്റത്തിലെ ഇലക്ട്രോണുകളാണ് ഇത് അബ്സോർബ് ചെയ്യുന്നതും എമിറ്റ് ചെയ്യുന്നതും. ഓക്കെ, then this atomic spectra is broadly classified into two types: absorption spectra and emission spectra. Absorption spectra and emission spectra. അപ്പം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ആറ്റത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? അതിനൊരു ഐഡിയ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഒരാറ്റത്തിൽ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് അതിൻ്റെ സെൻറ്ററിലാണ്. ദെൻ ഇലക്ട്രോണുകൾ വിവിധ ഓർബിറ്റലുകളിലായി അതിനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു ഐഡിയ ആണ് ആറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ളത്. ന്യൂക്ലിയസ് ഇവിടെ ആറ്റത്തിൻ്റെ ചുറ്റും ഡിഫറെൻറ്റ് ഓർബിറ്റ്സ് ഉണ്ട്. അതിലാണ് നമ്മുടെ ഇലക്ട്രോണ് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഓർബിറ്റലുകൾക്ക് നിങ്ങൾ വിവിധ പേരുകൾ കൊടുത്തിട്ടുണ്ട്. കെ, എൽ, എം എന്നൊക്കെ അല്ലേ? അതാ ഒന്നാമത്തെ ഓർബിറ്റിനെ കെ എന്ന് നിങ്ങൾ വിളിച്ചു, എൽ, എം, ലൈക്ക് ദാറ്റ്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ആകെ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അത് എവിടെയായിരിക്കും ഒക്യുപ്പൈ ചെയ്യുക? ന്യൂക്ലിയസിനോട് ചേർന്ന ഫസ്റ്റ് ഓർബിറ്റലിലാണ് നമ്മുടെ ഇലക്ട്രോൺ ഉള്ളത്. ഇങ്ങനെ ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിനോട് ചേർന്നിരിക്കുമ്പോൾ ആ ഇലക്ട്രോൺ ഹൈലി സ്റ്റേബിൾ ആണ്. ബിക്കോസ് ദർ ഇസ് എ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദിസ് ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ. അപ്പം ഇലക്ട്രോൺ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത് എപ്പോഴാണ്? ന്യൂക്ലിയസിനോട് ചേർന്നിരിക്കുമ്പോഴാണ്. അപ്പോൾ സ്റ്റെബിലിറ്റി കൂടുമ്പോൾ അതിൻ്റെ എനർജി കുറവായിരിക്കും അല്ലേ? അത് നിങ്ങൾക്കറിയാം. എനർജി കൂടുതലായിരിക്കുന്ന അവസ്ഥയെ ആ ഓർബിറ്റിൽ മീൻസ് ഇലക്ട്രോൺ ന്യൂക്ലിയസിനോട് ചേർന്നിരിക്കുമ്പോൾ there is a strong force of attraction between nucleus and electron and it is highly stable and having less energy. ഈ അവസ്ഥയെ വിളിക്കുന്നതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോൺ ഒന്നാമത്തെ ഓർബിറ്റിലാണ് ഓക്യുപ്പൈ ചെയ്യുന്നതെങ്കിൽ ആ ഇലക്ട്രോൺ ഏത് അവസ്ഥയിലാണ് ഉള്ളത്? ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്, ഹാവിങ് ലീസ്റ്റ് എനർജി. ഇനി ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് ഈ ഇലക്ട്രോൺ എനർജിയെ കിട്ടിയെന്ന് കരുതുക. അപ്പോൾ എന്ത് സംഭവിക്കും? അത് എനർജി അബ്സോർബ് ചെയ്ത് ഹയർ എനർജി ലെവലിലേക്ക് ചാടും. സപ്പോസ് ഇതിലേക്ക് വേണമെങ്കിൽ ജമ്പ് ചെയ്യാം, ഇതിലേക്ക് വേണമെങ്കിൽ ജമ്പ് ചെയ്യാം. അത് അബ്സോർബ് ചെയ്യുന്ന എനർജിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, സപ്പോസ് ഒരു Hnu 1H, ഇത് ഈ ഓർബിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഒരു Hnu ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഇലക്ട്രോൺ ഒരു Hnu ക്വാണ്ട അബ്സോർബ് ചെയ്തിട്ട് ഇവിടെ എത്തും. ഇനി 2Hnuവിനാണ് അത് അബ്സോർബ് ചെയ്തെങ്കിലോ അതിന് വേണമെങ്കിൽ ഇവിടെ എത്താം. അപ്പോൾ ഈ ലെവലുകളുടെ എനർജിക്ക് അനുസരിച്ച് അത്രയും എമൗണ്ട് എനർജി ഇലക്ട്രോൺ അബ്സോർബ് ചെയ്താൽ അതിന് ഹയർ എനർജി ലെവലിലോട്ട് ജമ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇലക്ട്രോൺ ഏത് ഓർബിറ്റിലാണോ ആ ഓർബിറ്റിൻ്റെ എനർജിയാണ് ആ ഇലക്ട്രോൺ ഉണ്ടാവുക. അപ്പോൾ തീർച്ചയായും നമുക്കിത് കാണാൻ സാധിക്കും. കെ ഷെല്ലിനേക്കാളും എനർജി കൂടുതലാണ് എം ഷെല്ലിന്. അപ്പോൾ എം ഷെല്ലിൽ ആയിരിക്കുന്ന ഒരു ഇലക്ട്രോണിൻ്റെ എനർജി കെ ഷെല്ലിലുള്ള ഇലക്ട്രോണിനേക്കാൾ കൂടുതലായിരിക്കും. ആ സ്റ്റേറ്റിൽ നമ്മൾ പറയുന്നതാണ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയും. ഈ രണ്ട് ടേമുകൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഈ ഇലക്ട്രോണിന് എനർജി കൂടുതലായിരിക്കും. ഹിയർ the electron is away from the nucleus,
there is less force of attraction between nucleus and electron, so less stable and having higher energy, excited state. അപ്പോൾ ഈ ഒന്നാമത്തെ ഓർബിറ്റിൽ ഉണ്ടായിരുന്ന ഇലക്ട്രോൺ നിശ്ചിത അളവ് എനർജി അബ്സോർബ് ചെയ്ത് ഹയർ എനർജി ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യും. അങ്ങനെ അത് എക്സൈറ്റഡ് സ്റ്റേറ്റിലെത്തി. നമുക്കറിയാം ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആവുക എന്നുള്ളതാണ്. ബീയിങ് സ്റ്റേബിൾ ഈസ് ദ ഇൻസ്റ്റിങ്ക്റ്റ് പ്രോപ്പർട്ടി ഓഫ് ദ യൂണിവേഴ്സ്. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോൺ ഇപ്പം എക്സൈറ്റഡ് ആയിട്ട് ഹയർ എനർജി ലെവലിലാണ്, ദറ്റ് മീൻസ് എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അവിടെ നിന്ന് റിട്ടേൺസ് ടു ലോവർ എനർജി, അതിൻ്റെ ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അതായത് ഹൈ ലെവലിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന് സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടി അത് എന്തിനു വേണ്ടി ആഗ്രഹിക്കും? എത്രയും പെട്ടെന്ന് ലോവർ എനർജി ലെവലിലേക്ക് റിട്ടേൺ ചെയ്യും. അങ്ങനെ റിട്ടേൺ ചെയ്യണമെങ്കിൽ അത് എക്സൈറ്റേഷന് വേണ്ടി എത്ര എനർജിയാണോ അബ്സോർബ് ചെയ്തത് അത്രയും എനർജീനെ എമിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഡി എക്സൈറ്റേഷൻ നടക്കുകയുള്ളൂ. കണ്ടോ, ഇവിടെയുള്ള ഇലക്ട്രോൺ ഇങ്ങോട്ട് ജമ്പ് ചെയ്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിലും അന്ന് എന്ത് ചെയ്യണം? ആ അബ്സോർബ് ചെയ്ത അത്രയും എനർജി എമിറ്റ് ചെയ്യണം. ഈ എമിറ്റഡ് റേഡിയേഷൻ്റെ സ്പെക്ട്രത്തെയാണ് നമ്മൾ എമിഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സ്പെക്ട്രം എന്ന് നമുക്ക് മനസ്സിലായി. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഉണ്ട്, വിസിബിൾ സ്പെക്ട്രം ഉണ്ട്. ദെൻ ആറ്റവുമായി ഈ സ്പെക്ട്രം എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അതുകൊണ്ടാണ് atomic spectra can be broadly classified into two types, absorption spectra and emission spectra എന്ന് പറയുന്നത്. Okay, now we can see what is absorption spectra. When white light is allowed to fall on a vapors of a gaseous molecule or a gaseous sample and the emergent beam is allowed to fall on a photographic plate, we can see some dark space, otherwise it will be a continuous spectrum. അതായത് വിസിബിൾ ലൈറ്റിൻ്റെ സ്പെക്ട്രം എന്ന് പറയുന്നത് വിബ്ജിയോറാന്ന് നമുക്കറിയാം. ഈ വിസിബിൾ ലൈറ്റ് ഏതെങ്കിലും ഒരു ഗ്യാഷ്യസ് സാമ്പിളിൽ കൂടെ കടന്നു പോയതിന് ശേഷം ആ എമർജൻറ്റ് ബീമിനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നതെങ്കിൽ വിബ്ജിയോറിലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കളറിന് പകരം അവിടെ ഡാർക്ക് സ്പേസ് ആയിരിക്കും. എവിടെ പോയി ആ എന്തുകൊണ്ടാ ഒരു കളർ മിസ്സായതിന് കാരണം എന്താ? ആ കളറിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയിലുള്ള എനർജീനെ ആ സാമ്പിളിലുള്ള ഗ്യാഷ്യസ് ആറ്റം എബ്സോർബ് ചെയ്ത് എക്സൈറ്റേഷന് വേണ്ടി ഉപയോഗിച്ചു. ദെൻ സ്പെക്ട്രത്തിൽ കാണുന്നത് എന്താണ്? ബാക്കിയുള്ള കളേഴ്സിനെ മാത്രമേ നമ്മൾ സ്പെക്ട്രത്തിൽ കാണുന്നുള്ളൂ. ഇങ്ങനെ അബ്സോർപ്ഷൻ നടന്നില്ലായിരുന്നെങ്കിൽ അത് എങ്ങനെ ഇരിക്കുമായിരുന്നു? കണ്ടിന്യൂസ് ആയിരുന്നേനെ. പക്ഷേ ഇവിടെ അബ്സോർപ്ഷന് വേണ്ടി സം എമൗണ്ട് ഓഫ് എനർജി ഉപയോഗിച്ചത് കൊണ്ട് അവിടെ ആ പെർട്ടിക്കുലർ കളറിലുള്ള ഫ്രീക്വൻസി അവിടെ മിസ്സിംഗ് ആയി. ഓക്കെ, ഇതിനെയാണ് അബ്സോർപ്ഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. ഓക്കെ, ദ സ്പെക്ട്രം ദറ്റ് ഈസ് ഒബ്റ്റെയിൻ ലൈക്ക് ദിസ് ഈസ് നോൺ ആസ് അബ്സോർപ്ഷൻ സ്പെക്ട്ര. ഒന്നും കൂടെ പറഞ്ഞാൽ വിസിബിൾ ലൈറ്റ് ഒരു ഗ്യാഷ്യസ് സാമ്പിളിൽ കൂടെ കടത്തിവിട്ടു. അതിനുശേഷം ഉണ്ടാകുന്ന എമർജൻറ്റ് ബീമിനെ സ്പെക്ട്രം നമ്മൾ പരിശോധിക്കുമ്പോൾ വിബ്ജിയോറിൻ്റെ സ്ഥാനത്ത്, വിബ്ജിയോർ കണ്ടിന്യൂസ് ആണ്, വിബ്ജിയോറിൻ്റെ സ്ഥാനത്ത് വിബ്ജിയോറിലെ പെർട്ടിക്കുലർ കളേഴ്സിൻ്റെ സ്ഥാനത്ത് സം ഡാർക്ക് ലൈൻസ് കാണും. ദാറ്റ് മീൻസ് സം കളേഴ്സ് അവിടെ മിസ്സിംഗ് ആണ്. ആ കളേഴ്സ് എവിടെ പോയി? ആ കളേഴ്സ് ആ ആറ്റത്തിലെ ഇലക്ട്രോൺ എക്സൈറ്റേഷന് വേണ്ടി ആ കളറിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയിലുള്ള എനർജിയെ ഉപയോഗിച്ചു. Then spectra obtained like this is known as absorption spectra. Is it clear? Then we pass on to the emission spectra. When we place some volatile salts, for example salts of sodium or potassium, in a Bunsen flame, it emits light. Color of the emitted light depends on the nature of the element. Or when we pass electric current through a gas at low pressure, it also emits some light. When this emitted light is analyzed to a spectroscope, or when this emitted light is allowed to fall on a prism, then it falls on a photographic plate, we can see some colored lines in the photographic plate. Each colored line corresponding to a particular wavelength or frequency that depends on the nature of the element. For example, if we put sodium salts, we will get two lines on the spectrum
having wavelength 5896 angstrom and 5890 angstrom. These frequencies are only for sodium salts. If you use potassium salts, we will get some other lines having different wavelength. ഇതുപോലെ ഏത് സോൾട്ടുകളെ നമ്മൾ എടുത്താലും സോൾട്ടിലുള്ള മെറ്റൽ എലമെൻറ്റിനനുസരിച്ച് ആ സ്പെക്ട്രത്തിലുള്ള ലൈൻസിൻ്റെ കളറും അതിൻ്റെ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ആൻഡ് സ്പെക്ട്രം ഓഫ് ഈച്ച് എലമെൻറ്റ് ഈസ് ഡിഫറെൻറ്റ്, ജസ്റ്റ് ലൈക്ക് ഫിംഗർ പ്രിൻ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്പെക്ട്രത്തെ ഫിംഗർ പ്രിൻ്റ് ഓഫ് എലമെൻ്റ് എന്ന് പറയുന്നത്. കാരണം ഓരോ എലമെൻറ്റിൻ്റെയും സ്പെക്ട്രം യുണീക്കാണ്. അതിലുള്ള ലൈൻസിൻ്റെ ഫ്രീക്വൻസി ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്പെക്ട്രം കണ്ടു കഴിഞ്ഞാൽ സ്പെക്ട്രത്തിലുള്ള ലൈൻസിൻ്റെ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഫ്രീക്വൻസി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ എലമെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡയറക്റ്റായിട്ട് ഈ സോൾട്ടിനെ ഹീറ്റ് ചെയ്തു അല്ലെങ്കിൽ അതിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു, അപ്പോൾ എമിറ്റ് ചെയ്ത ലൈറ്റിനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്തത്. എമിറ്റഡ് ലൈറ്റിനെയാണല്ലോ നമ്മൾ ഒബ്സർവ് ചെയ്തത്. അതുകൊണ്ട് കിട്ടിയ സ്പെക്ട്രത്തെ നമുക്ക് തീർച്ചയായും എമിഷൻ സ്പെക്ട്രം എന്ന് വിളിക്കാം. ഈ എമിഷൻ സ്പെക്ട്രത്തിൽ എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത്? ഓരോ എമിറ്റ് ചെയ്ത എനർജി ഇൻ ദ ഫോം ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഐസൊലേറ്റഡ് കളേർഡ് ലൈൻസ് ആയിട്ട് നമുക്ക് സ്പെക്ട്രത്തെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എമിഷൻ സ്പെക്ട്രത്തെ വി കൻ ഓൾസോ കോൾ ഇറ്റ് ആസ് ലൈൻ സ്പെക്ട്രം. ക്ലിയർ ആയെന്ന് കരുതുന്നു. നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. എബ്സോർപ്ഷൻ സ്പെക്ട്ര പഠിച്ചു, എമിഷൻ സ്പെക്ട്ര പഠിച്ചു. രണ്ടും ആറ്റവുമായി ബന്ധമുള്ളതാണ്. ആറ്റത്തിൻ്റെ എക്സൈറ്റേഷനും ഡി എക്സൈറ്റേഷനുമായി ബന്ധമുള്ളതാണ്. അതുകൊണ്ടാണ് ജനറലി നമ്മളവരെ എറ്റോമിക് സ്പെക്ട്ര എന്ന് വിളിക്കുന്നത്. എറ്റോമിക് സ്പെക്ട്ര രണ്ട് വിധമുണ്ട്, എബ്സോർപ്ഷൻ സ്പെക്ട്ര ആൻഡ് എമിഷൻ സ്പെക്ട്ര. എബ്സോർപ്ഷൻ സ്പെക്ട്രയിൽ എക്സൈറ്റേഷൻ ആണ് സംഭവിക്കുന്നത്. എക്സൈറ്റേഷന് വേണ്ടി ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള എനർജി അബ്സോർബ് ചെയ്യുന്നു. ആ ഫ്രീക്വൻസി നമ്മുടെ വിർച്വറിൽ നിന്ന് അപ്രത്യക്ഷമാണ്, മിസ്സിംഗ് ആണ്, അല്ലേ? ദെൻ എമിഷൻ സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഒരു മെറ്റൽ സോൾട്ടിനെ ഹീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ അത് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. അത് എലമെൻറ്റിൻ്റെ നേച്ചർ അനുസരിച്ച് ആ സ്പെക്ട്രത്തിലെ ലൈൻസിൻ്റെ ഫ്രീക്വൻസിക്ക് അല്ലെങ്കിൽ വേവ് ലെങ്ത്തിന് വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെ ജനറലി നമുക്ക് അറ്റോമിക് സ്പെക്ട്രത്തെ എബ്സോർപ്ഷൻ സ്പെക്ട്ര, എമിഷൻ സ്പെക്ട്ര അല്ലെങ്കിൽ ലൈൻ സ്പെക്ട്ര ഇങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. Now we can see the line spectra of hydrogen. When electric discharge is passed through a discharge tube contain hydrogen gas at low pressure, it emits light. This emitted light is analyzed through a spectroscope. We can see number of lines instead of single one. ഹൈഡ്രജനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ ഒരേ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ എങ്ങനെയാണ് ഇത്രയും ലൈൻസ് ഉണ്ടായതെന്ന്. That can be explained by considering the fact that ഒരു ഡിസ്ചാർജ് ട്യൂബിലെ ഹൈഡ്രജൻ സാമ്പിളിൽ ലാർജ് നമ്പർ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ട്. ഇലക്ട്രിക് ഡിസ്ചാർജ് കടന്നു പോകുമ്പോൾ അത് ഡിസോസിയേറ്റ് ചെയ്ത് ഹൈഡ്രജൻ ആറ്റമായി മാറുന്നു. ദെൻ ഈ ഹൈഡ്രജൻ ആറ്റത്തിലെ ഓരോ ഹൈഡ്രജൻ ആറ്റത്തിലെയും ഇലക്ട്രോൺസ് എനർജി എബ്സോർബ് ചെയ്ത് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ചെയ്യുന്നു. നമ്മൾ ന്യൂക്ലിയസിന് ചുറ്റും ഒരുപാട് ഓർബിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ? ഓർബിറ്റ്സ് അല്ലെങ്കിൽ എനർജി ലെവൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. KLMN അങ്ങനെയുള്ള എനർജി ലെവൽസ് ഉണ്ട്. നമുക്കതിനെ 1 2 3 4 5 6 അങ്ങനെ നമുക്ക് നമ്പർ ഇട്ടാൽ നമ്മൾ ചിലപ്പോൾ ആറ്റത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമുക്കറിയാം ഓർബിറ്റ് സർക്കുലർ ഷേപ്പിലാണ്. അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് പകരം നമ്മളിങ്ങനെ 1 2 3 4 എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ ആറ്റത്തിലെ ഇലക്ട്രോണിന് എനർജി കിട്ടിക്കഴിയുമ്പം ചിലപ്പോൾ അത് സെക്കൻഡ് ഷെല്ലിലോട്ടോ തേർഡ് ഫോർത്ത് 5 6 അങ്ങനെ ഡിഫറെൻ്റ് എനർജി ലെവലിലോട്ടാണ് എക്സൈറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇലക്ട്രോണിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ഹൈലി അൺസ്റ്റേബിൾ ആണ്, എനർജി കൂടുതലാണെന്നൊക്കെ പറഞ്ഞല്ലേ. ദെൻ
തീർച്ചയായും അവർ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഗ്രൗണ്ട് ലെവലിലേക്ക് ജമ്പ് ചെയ്യും. പക്ഷേ ഒരു ജമ്പ് കൊണ്ട് തന്നെ ഗ്രൗണ്ട് ലെവലിൽ എത്തണം എന്നില്ല. ഇറ്റ് വിൽ ടേക്ക് 2 or more jumps. അതായത് ഈ മുകളിൽ നിന്ന് ഒറ്റയടിക്ക് താഴോട്ട് വരണമെന്നില്ല. ഇതിപ്പോൾ 6-ലുള്ളത് 5-ലോട്ട് വന്ന്, ദെൻ 3-ലോട്ട് വന്ന്, 2-ലോട്ട് വന്ന്, 1-ലോട്ട് വന്ന്, അങ്ങനെയൊക്കെ ആയിരിക്കും അവർ താഴേക്ക് എത്തുന്നത്. അതായത് ഓരോ ഇലക്ട്രോണും അഡോപ്റ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് റൂട്ട്സ് ആണ്. ഓരോ ഇലക്ട്രോണും വ്യത്യസ്തമായ പാതകളിൽ കൂടെയാണ് ലോവർ എനർജി ലെവലിലോട്ട് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ജമ്പിലും അവർ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയും വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ലാർജ് നമ്പർ ഓഫ് ലൈൻസ് നമ്മൾ കാണുന്നത്. ഈ ലൈൻസിനെ ദറ്റ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു ഡിഫറെൻറ്റ് സീരീസ്. ദെൻ അപ്പം ഒരുപാട് ലൈൻസ് ഉണ്ട്, അതിൻ്റെ എല്ലാം ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ സീരീസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ്. ദെൻ ഓരോ സീരീസിനും ഓരോ പേരും നൽകിയിട്ടുണ്ട്. അത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റുകളുടെ ബഹുമാനാർത്ഥം ഓരോ സീരീസിനും ഓരോ പേരും നൽകിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, അവിടെ ഇലക്ട്രോൺ n=3 എന്ന് പറയുന്ന എനർജി സ്റ്റേറ്റിലായിരുന്നു എന്ന് കരുതുക. അതിന് ലോവർ എനർജി ലെവലിലേക്ക് ജസ്റ്റ് നേരെ ഒന്നാമത്തേലേക്ക് ജമ്പ് ചെയ്യാം. അല്ലെങ്കിൽ അത് 2-ൽ നിന്ന് 3-ലോട്ട് വന്ന് 3-ൽ നിന്ന് 2-ലോട്ട് വന്ന് 2-ൽ നിന്നും 1-ലേക്കും ജമ്പ് ചെയ്യാം. ഇനി 2-ലോട്ട് ജമ്പ് ചെയ്യുന്ന ആ ഒരു ഫ്രീക്വൻസി എമിറ്റ് ചെയ്തിട്ടാണ് 2-ലോട്ട് ജമ്പ് ചെയ്യുന്നത്. ആ എനർജി എമിഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലൈൻ ഇവിടെ വരും. ദെൻ 2-ൽ നിന്ന് 1-ലോട്ട് വരുന്ന ആ എമിഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലൈൻ ഇവിടെയും വരും. അങ്ങനെയാണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ലാർജ് നമ്പർ ഓഫ് ലൈൻസ് വരുന്നത്. n=1 എന്ന് പറയുന്ന ആ ജമ്പിൽ വരുന്ന ലൈൻസ് എല്ലാം ഒരു ഗ്രൂപ്പിലാണ്. ലൈൻമെൻ സീരീസ് എന്നാണ് അതിനെ അറിയപ്പെടുക. അതിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത് വരുന്നത് അൾട്രാവയലറ്റ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയുമായി കമ്പയർ ചെയ്തിട്ടാണ്. അതുപോലത്തെയാണ്. അതുപോലെ n=2 എന്നിലേക്ക് വരുന്ന ജമ്പിൽ വരുന്ന ആ എല്ലാം ഒരേ ഗ്രൂപ്പിൽപ്പെട്ടു. ആ സീരീസിൻ്റെ പേരാണ് ബാമ സീരീസ്. അത് വിസിബിൾ റേഡിയേഷൻ്റെ വിസിബിൾ സ്പെക്ട്രത്തിൻ്റെ ആ ഫ്രീക്വൻസിയുടെ പരിധിക്ക് റേഞ്ചിൽപ്പെട്ടതാണ്. എഗെയിൻ n=3 എന്ന് പറയുന്ന ആ ജമ്പിൽ വരുന്ന എല്ലാ ലൈൻസും പാഷൻ സീരീസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഫ്രീക്വൻസി ഇൻഫ്രാറെഡ് റേഡിയേഷൻസിന് റേഞ്ചിൽ വരും. എഗെയിൻ n=4 ബ്രാക്കറ്റ് സീരീസ് എന്നറിയപ്പെടുന്നു. അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ചും IR റീജിയനിലാണ് വരുന്നത്. എഗെയിൻ n=5 ആ സീരീസിൽ വരുന്ന ലൈൻസിനെയാണ് ഫണ്ട് സീരീസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്രീക്വൻസി ഇൻഫ്രാറെഡ് റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ വിസിബിൾ റീജിയനിൽ വരുന്നത് ആകെ ഏത് മാത്രമേ ഉള്ളൂ? ബാമ സീരീസ് മാത്രമേ ഉള്ളൂ. ഒന്നും കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ എങ്കിലും ഒരുപാട് ലൈൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഒരു സാമ്പിളിൽ തന്നെ ഒരുപാട് ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും. ഓരോ ഹൈഡ്രജൻ ആറ്റത്തിലെയും ഇലക്ട്രോൺ പല രീതിയിലാണ് ഹയർ എനർജി ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡി എക്സൈറ്റേഷൻ നടക്കുമ്പോഴും പല രീതിയിലാണ്, ഡിഫറെൻറ്റ് റൂട്ടിൽ കൂടെയാണ്, ഡിഫറെൻറ്റ് പാത്തിൽ കൂടെയാണ് അവർ ലോവർ എനർജി ലെവലിലേക്ക് റിട്ടേൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ എമിഷൻ സ്പെക്ട്രത്തിൽ ഹൈഡ്രജൻ്റെ എമിഷൻ സ്പെക്ട്രത്തിൽ ഡിഫറെൻറ്റ് ലൈൻസ് കാണുന്നത്. ഒരേ ഫ്രീക്വൻസിയിലുള്ള ലൈൻസിനെ എല്ലാം ഒരേ ഗ്രൂപ്പിൽപ്പെടുത്തി അതിനെ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റുകളുടെ പേരിൽ നമ്മൾ വളരെ എളുപ്പത്തിൽ നമുക്ക് 5 സീരീസ് ആയിട്ട് തന്നെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊക്കെയായിരുന്നു ആ സീരീസ്? ലൈമൻ സീരീസ്, ബാമ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫണ്ട് സീരീസ്. ഇതിൽ വിസിബിൾ റീജിയനിൽ പെടുന്നത് ബാമർ സീരീസ് മാത്രമാണ്. ഇങ്ങനെ ലൈൻ സ്പെക്ട്രത്തിലെ ഓരോ ലൈൻസിൻ്റെയും ഫ്രീക്വൻസി, വേവ് ലെങ്ത്, വേവ് നമ്പറുമായി ബന്ധപ്പെട്ട് ബാമർ ആദ്യമായിട്ടൊരു ഇക്വേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബാമർ സീരീസിലുള്ള ലൈൻസിൻ്റെ വേവ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദാറ്റ് ഈസ് ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1,09,677 into 1/2² minus 1/n² സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അതാണ് ഇക്വേഷൻ. അത് ബാമർ സീരീസിലായതുകൊണ്ട് ബാമർ സീരീസിൽ നമുക്കറിയാം n= സെക്കൻഡ് എനർജി ലെവലാണ്. ദെൻ വാട്ട് അബൌട്ട് ദിസ് n? ഇറ്റ് മേ ബി ഗ്രേറ്റർ ദാൻ 2. കാരണം 2ലേക്ക് വരികയാണ്. 3-ന്ന് 4-ന്ന് 5-ന്നൊക്കെ ഇങ്ങോട്ട് വരാം. സോ ഈ n-ൻ്റെ വാല്യൂ 2-നേക്കാൾ കൂടുതലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എഗെയിൻ
ഈ ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ അല്ലെങ്കിൽ ഈ ലൈൻ സ്പെക്ട്രത്തിലെ എല്ലാ ലൈൻസിൻ്റെയും ന്യൂ ബാർ അല്ലെങ്കിൽ വേവ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി റിഡ്ബർഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അതിനുശേഷം പുതിയൊരു ഇക്വേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദാറ്റ് ഈസ് ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1,09,677 ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്, വേർ n1ൻ്റെ വാല്യൂ 1, 2, 3, 4 നമ്മൾ കണ്ടല്ലോ. ഏത് ലെവലിലോട്ടാണോ റിട്ടേൺ ചെയ്യുന്നത് അതാണ് 1, 2, 3, 4. ദെൻ n2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ n1നേക്കാൾ കൂടുതലാണ്. n1 1 ആണെങ്കിൽ n2 എന്ന് പറയുന്നത് തീർച്ചയായും n1നേക്കാളും ഒന്ന് കൂടിയത് മുതൽ അങ്ങോട്ടായിരിക്കും. ദറ്റ് ഈസ് n1 1, 2, 3, 4 ആണെങ്കിൽ n2 എന്ന് പറയുന്നത് n1 + 1, n1 + 2 ലൈക്ക് ദാറ്റ് അങ്ങനെ. അപ്പോൾ ലൈമൺ സീരീസിലാണെങ്കിൽ n1 1 ആയിരിക്കും, ദെൻ n2 എന്ന് പറയുന്നത് 2, 3, 4, 5, 6 വരും. ബാമർ സീരീസ് ആണെങ്കിലോ ഈ ക്വസ്റ്റൻ തന്നെ n1ന് 2 എന്ന് വരും, n2ന് 3, 4, 5, 6. ദെൻ പാഷൻ സീരീസ് ആണെങ്കിൽ n1 3 ആയിരിക്കും, അപ്പോൾ n2 എന്ന് പറയുന്നത് 4, 5, 6 അങ്ങനെ വരും. അങ്ങനെ നമുക്ക് ഇതിനകത്തുള്ള 5 സീരീസിൻ്റെയും ന്യൂ ബാർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ന്യൂ ബാറിൽ നിന്ന് നമുക്ക് ന്യൂ കണ്ടുപിടിക്കാൻ പറ്റും, വേവിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും, എനർജി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഈ 5 സീരീസും ഒരുമിച്ച് നമ്മൾ സ്പെക്ട്രത്തിലൂടെ നമ്മൾ സ്പെക്ട്രം അനലൈസ് ചെയ്യുന്ന നമുക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക. ഡിഫറെൻറ്റ് ഗ്രൂപ്പായിട്ട് പല റീജിയനിൽ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പാറ്റേൺ നോക്കുമ്പോൾ നമുക്കറിയാം എല്ലാം ഡിഫറെൻ്റ് ആണ് അല്ലേ. ഒന്നും കൂടെ നമുക്ക് ഈ സ്പെക്ട്രത്തിലെ 5 സീരീസ് നമുക്ക് നോക്കാം. ലൈമൺ സീരീസ്, ബാമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ് ആൻഡ് ഫൺ സീരീസ്. ഇതെല്ലാം നിങ്ങൾക്ക് എക്സാമിനേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായും നിങ്ങൾ ശ്രദ്ധയോടെ പഠിക്കണം. n1ൻ്റെ വാല്യൂ n2ൻ്റെ വാല്യൂ ഏത് റീജിയനിലാണെന്ന് നിങ്ങൾ പഠിക്കണം. ഓക്കെ, വിസിബിൾ റീജിയനിൽ കാണപ്പെടുന്നത് ആകെ ബാമർ സീരീസ് മാത്രമേ ഉള്ളൂ. അൾട്രാവയൽ റീജിയനിൽ കാണപ്പെടുന്ന ലൈമൺ സീരീസ് ആണ്. ദെൻ ബാക്കി 3 സീരീസും ഇൻഫ്രാറെഡ് റീജിയനിലാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? ലൈൻ സ്പെക്ട്രം. ഇവിടെ സ്പെക്ട്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക ഗ്രൂപ്പ് ഓഫ് ലൈൻസ് ആണ്. അതുകൊണ്ടാണ് ഹൈഡ്രജൻ്റെ എമിഷൻ സ്പെക്ട്രം നമ്മൾ എന്തും വിളിക്കുന്നത്? ലൈൻ സ്പെക്ട്രം എന്നും വിളിക്കുന്നത്. ഇത് തന്നെയാണ് എന്ത്? അറ്റോമിക് സ്പെക്ട്രം അല്ലേ. അറ്റോമിക് സ്പെക്ട്രത്തെ നമ്മൾ ഉണ്ടാക്കി ഡിവൈഡ് ചെയ്തത് അബ്സോർപ്ഷൻ സ്പെക്ട്ര ആൻഡ് എമിഷൻ സ്പെക്ട്ര. ഹൈഡ്രജൻ്റെ എമിഷൻ സ്പെക്ട്രം ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. അതിനകത്ത് 5 ഡിഫറെൻറ്റ് സീരീസ് ആണുള്ളത്. 5 ഡിഫറെൻറ്റ് സീരീസിൻ്റെയും വേവ് ലെങ്ത്, ഫ്രീക്വൻസി വ്യത്യാസമുണ്ട്. ദെൻ അതിൻ്റെ ഓരോ റീജിയൻ്റെയും ഓരോ ലൈൻസിൻ്റെയും ന്യൂ ബാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ദെൻ റിഡ്ബർഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇക്വേഷനാണിത്. ഈ വാല്യൂവിനെ റിഡ്ബർഗ് കോൺസ്റ്റന്റ് എന്നാണ് അറിയപ്പെടുന്നത്. സോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒരു വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.